ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ കസിൻസും ഉണ്ട് ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടൊപ്പം. അപ്പോൾ ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 11 മണിയായപ്പോൾ തന്നെ എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കടന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമുള്ള ഒരു ട്രിപ്പാണ്. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കണ്ടെന്ന് വെച്ചാൽ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം മാക്സിമം, അതുപോലെ തന്നെ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ 2 സ്റ്റേറ്റിലായിട്ട് പരന്ന് കിടക്കുന്ന 2 കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സ്ഥലം വന്നിട്ടുണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ മുതുമലൈ, തമിഴ്നാട് സ്റ്റേറ്റിലുള്ള മുതുമലയാണ് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഈ മുതുമലയിലൂടെയാണ് നമ്മൾ നേരെ പോകുന്നത് ബന്ദിപ്പൂരിലേക്കാണ്. ഇത് കർണാടക സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. ഒരുപാട് വന്യജീവികളും ഒക്കെ നമ്മൾ കണ്ടിട്ടാണ് ഈ ഒരു വഴി കൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഇരു സൈഡിലും നല്ല കാടുകളും അതിന് നടുവിലൂടെയുള്ള റോഡിലൂടെയൊക്കെ നല്ലപോലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു വഴിയാണ് ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ മുതുമലയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ടിക്കറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളിലേക്ക് ഒരു ഫോറസ്റ്റ് സവാരി ഉണ്ട്. പക്ഷേ ഞങ്ങളത് എടുത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങുന്ന ഒരു ടൈമല്ലായിരുന്നു. അപ്പോൾ അവിടെ കയറുന്നത് വെറുതെ വേസ്റ്റ് ആണെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് കർണാടക സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴിയാണ്. ഇത് നേരെ പോകുന്നത് ഗുണ്ടൽപേട്ടിലേക്കായിരുന്നു. അടുത്ത സമയത്ത് ഗുണ്ടൽപേട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റീൽസുകളിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, സൂര്യകാന്തി തോട്ടങ്ങളെ കൊണ്ട് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് റീൽസുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് സീസൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്കൊന്ന് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സ്ഥലം എത്തിയത്. പിന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എന്നാണ് പറയാൻ. 30 ദൂരത്തോളം പരന്ന് കിടക്കുന്ന സൂര്യകാന്തി പാടമായിരുന്നു. ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് 25 രൂപയായിരുന്നു. പക്ഷേ അതൊരു വർത്തായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും മനോഹരമായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡൊക്കെ ചെയ്തു. അതിനുശേഷം റോഡ് സൈഡിൽ നിന്ന് ആലിൻ്റെ കീഴിൽ വന്ന് കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു മരമാണ്. കാര്യം കുറേ വള്ളികളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു മരം. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.